സമയം വന്നിട്ട് വൈകിട്ട് 6:50 അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലാണ്. ഞാനിപ്പോൾ ട്രിപ്പ് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ കിടക്കാണ്, നമ്മുടെ ടിഗോർ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് സുൽത്താൻ ബത്തേരിയിലോട്ടാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് തമ്പാനൂരിലേക്ക് പോകണം. ഞാനിപ്പോൾ അത് കാരണം നമ്മുടെ ഊബറിൻ്റെ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം 2 വീലേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ VX2+ ആണ് വണ്ടി. അപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് തമ്പാനൂരിലേക്കാണ്. അപ്പോൾ ഏറെ നാളത്തെ കാത്തിരുന്നൊരു വീഡിയോ ആണ്. നമുക്കൊരു എന്താ പറയുക, മിന്നൽ സർവീസിൻ്റെ വീഡിയോസ് നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ കുറേ നാൾ മുന്നേ സ്കാനിയ ബസ്സിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് ഒന്നെങ്കിലും വണ്ടി ക്യാൻസലായി പോകും, അല്ലെങ്കിൽ നമുക്ക് സ്ലീപ്പർ ബസ് കിട്ടിയിട്ടുണ്ട് അതിന് പകരമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ വോൾവോ മൾട്ടിആക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ സ്കാനിയ മിക്കവാറും കിട്ടാറില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് നേരെ പോയി നോക്കാം. അപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ തമ്പാനൂരിലേക്കാണ്. അപ്പോൾ സ്കാനിയ നമുക്ക് എല്ലാവർക്കും അറിയാം, ധാരാളം ഫാൻ ഫോളോവേഴ്സ് ഉള്ള വണ്ടിയാണ് സ്കാനിയ. അപ്പോൾ ധാരാളം കമൻറ്റ് വന്നിട്ട് ഞാൻ വീണ്ടും ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച നോക്കിയപ്പോൾ സ്കാനിയ ബസ് ഓടുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ എന്താ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഉബറിൻ്റെ കുഴപ്പം അതാണ്. ഇപ്പോൾ ഉബർ ടാക്സി നമുക്കറിയാം 2 വീലേഴ്സ് കൊണ്ട് വേണ്ടത്തുണ്ട്. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. നമ്മൾ നനയും, വേറെ വഴിയൊന്നുമില്ല. നമ്മൾ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല മഴയല്ല, പക്ഷേ ചില ചാറ്റിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല മഴ നമുക്ക് എവിടെയും കയറി നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉബറിൻ്റെ കുഴപ്പം അതാണ്. അപ്പോൾ എന്താ നമ്മൾ തമ്പാനൂർ എത്തിയിട്ടുണ്ട്. നല്ല ട്രാഫിക് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രാഫിക് ഉള്ള സമയത്ത് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇങ്ങനത്തെ വണ്ടികൾ ബുക്ക് ചെയ്ത് പോകുന്ന കേട്ടോ. ഇതൊക്കെ ബുക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ നല്ല കാര്യമാണ്. നമുക്കിപ്പോൾ ഒരു ട്രാഫിക്കൊക്കെ പെട്ടെന്ന് എത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഉബർ ചെയ്തിട്ടുള്ള നല്ല കാര്യമാണ്. ഇത് മഴ പെയ്യുന്നുണ്ട്, എന്നാൽ തമ്പാനൂർ എത്തി, അത് കാരണം കുഴപ്പമില്ല, രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് രാത്രി 8 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ 6:15 സുൽത്താൻ ബത്തേരി എത്തുന്ന മൾട്ടിആക്സ് വണ്ടിയാണ്, സ്കാനിയ ബസ്സിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ ഒരു ലോങ് വീഡിയോ ആയിരിക്കും. ഞാൻ ഫുൾ ലെങ്ത് വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ട്രാവൽ ചെയ്യാൻ പോകുന്ന സുൽത്താൻ ബത്തേരി വരെ ഉണ്ട്. അപ്പോൾ എന്താ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യുക. ഞാൻ ചാനൽ ആയിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് വെക്കുകയാണെങ്കിൽ ഇത് ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. അപ്പോൾ ഞാൻ തമ്പാനൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൺഫേം ആയിട്ടുണ്ട് ഈ വരുന്ന സ്കാനിയ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഏറെ നാളുടെ ഒരു കാത്തിരിപ്പ് വരുന്നത്. എനിക്കൊന്ന് 3-4 തവണ ട്രൈ ചെയ്ത് വണ്ടി കിട്ടാൻ വേണ്ടി, പക്ഷേ എപ്പോഴും വണ്ടി ക്യാൻസലായി പോവുക ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഫൈനലി എനിക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ഞാൻ ഈ പ്രാവശ്യം യാത്ര ചെയ്യുന്നത് സുൽത്താൻ ബത്തേരിയിലോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് വീഡിയോ ചെയ്യേണ്ടത് ജസ്റ്റ് പറഞ്ഞാൽ മതി. ഞാൻ അങ്ങോട്ട് ട്രാവൽ ചെയ്ത് മാക്സിമം വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സമയം വന്നിട്ട് 7:25 ആയിട്ടേ ഉള്ളൂ. ഇവിടെ വണ്ടി 8 മണിക്കാണ് പുറപ്പെടുന്നത്. പക്ഷേ നേരത്തെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് വണ്ടിക്കകത്തേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോമിൽ കൂടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി നമ്പർ പറയുന്നത് RP 655 ആണ്. നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രൽ ഡിപ്പോയുടെ വണ്ടിയാണ്. അപ്പോൾ ഏറെ നാളെ നമ്മൾ കാത്തുന്ന വീഡിയോ ആണ്. അവിടെ ഞാൻ വളരെ ത്രില്ഡാണ് വണ്ടി വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ മാക്സിമം ക്യാബിൻ റൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ ചോദിച്ചു നോക്കാൻ ഫ്രണ്ടിൽ ഇരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, പോയി നോക്കാം. അപ്പോൾ ഇതാ വണ്ടിയുടെ ഓവറോൾ ലുക്ക്. എന്നാലും എനിക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുന്ന ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന വണ്ടി ഞാൻ ജസ്റ്റ് കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് ലഗേജ് സ്പേസ് താഴത്തുണ്ട്, അല്ലാത്ത ആൾക്കൊക്കെ മേടി വെക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം 2x2 കോൺഫിഗറേഷനാണ്. ഇതൊന്നും പ്രത്യേകിച്ച് ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന വണ്ടിയാണ്. ജസ്റ്റ് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാം പുഷ് ബാക്ക് സീറ്റാണ്. നമുക്ക് തൈ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ TV ഉണ്ടായിരുന്നില്ല. TV ഒക്കെ പണ്ടേ നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ട് TV വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ചാർജിങ് പോയിൻ്റൊക്കെ വർക്ക് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. പിന്നെ അത്യാവശ്യം നല്ല കൂളിംഗ് ഉള്ള AC ആണ്. അപ്പോൾ അത് നല്ല കംഫർട്ടബിൾ സീറ്റാണ്. അപ്പോൾ നമുക്ക് ചാർജിങ് പോയിന്റ് താഴത്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ്. ഞാൻ ഫ്രണ്ട് സീറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് ചേഞ്ച് ഉണ്ട്. ഞാൻ ഡ്രൈവറിൻ്റെ ബാക്കിൽ സീറ്റാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വേറൊരു ഡിഫറൻറ്റ് വ്യൂവിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവറിൻ്റെ ക്യാബിൻ. അപ്പോൾ സമയം വന്നിട്ട് 8 മണിയായി. കറക്റ്റ് 8 മണിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡ് കാണിച്ചുള്ളതാണ് എൻ്റെ ഷെഡ്യൂൾ. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് ആലപ്പുഴ വഴിയാണ്. അതായത് കൊല്ലം, ആലപ്പുഴ വഴി എറണാകുളമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എറണാകുളത്ത് നമ്മൾ നേരെ തൃശ്ശൂർ, കോഴിക്കോട്, അവിടെ നേരെ താമരശ്ശേരി, അവിടെ നേരെ മൈസൂർ, അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് സുൽത്താൻ ബത്തേരി വരെ ഉള്ളൂ. അതായത് ട്രിവാൻഡ്രം സുൽത്താൻ ബത്തേരി വണ്ടിയുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഞാൻ എൻ്റെ ക്യാബിൻ റൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. അത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം, തീർച്ചയായിട്ടും നല്ല ഹെൽപ്ഫുൾ ആയതിനെ. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി. മാക്സിമം അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സമയം വന്നിട്ട് 8:05 ആകുന്നു. നമ്മളങ്ങനെ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ടാകുക. അപ്പോൾ എനിക്ക് വണ്ടിക്ക് ആ എമൗണ്ട് 1154 രൂപയാണ്. അത് ഡൈനാമിക് പ്രൈസിംഗ് ആണ്. ഇടയ്ക്ക് എമൗണ്ട് കൂടി വരും, ഇടയ്ക്ക് എമൗണ്ട് കുറഞ്ഞു വരും. അപ്പോൾ ഞാൻ വണ്ടി ബുക്ക് ചെയ്ത് 2 ദിവസം മുന്നെയാണ്. എനിക്ക് എമൗണ്ട് ആയത് 1154 രൂപയാണ്. അതായത് ട്രിവാൻഡ്രത്ത് നിന്ന് മൈസൂരുള്ള റേറ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി തമ്പാനൂർ KSRTC സ്റ്റാൻഡിൽ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിൽ കാണുന്ന നമ്മുടെ തമ്പാനൂർ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനാണ് നേരെ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ ഗ്ലാസ്സിലൊരു മിസ്റ്റ് പിടിച്ചിട്ടുണ്ട്. നല്ല മഴയായതുകൊണ്ടാണ് കുറച്ച് മിസ്റ്റ് പിടിച്ചിട്ടുള്ളത്. നമ്മുടെ സാധാരണ KSRTC നമുക്ക് ഇങ്ങനത്തെ വ്യൂ എടുക്കാൻ സാധിക്കത്തില്ല. ഡ്രൈവറിൻ്റെ ക്യാബിൻ്റെ നേരെ ബാക്കിലുള്ള ലേഡി സീറ്റാണ്. അപ്പോൾ അങ്ങനത്തെ എടുക്കാൻ സാധിക്കാറില്ല. അപ്പോൾ അത് ചേഞ്ച് വേണ്ടിയാണ് ഈ പക്ഷേ ഇവിടെ നിന്ന് എടുത്തത്. അപ്പോൾ വെറൈറ്റി വ്യൂ ആയിരിക്കും. മാത്രമല്ല ഞാൻ ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ക്യാബിൻ റൈഡ് ഉണ്ടാവും നമ്മുടെ വീഡിയോക്കകത്ത്. ഞാൻ ജസ്റ്റ് നമ്മുടെ കണ്ടക്ടർ ചോദിച്ചിട്ടുണ്ട്. സമയം 8:45 ആവുന്നു. നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. നമ്മളങ്ങനെ ബൈപ്പാസ് വന്ന് കയറുകയാണ്. തിരക്കിൻ്റെ ഒപ്പം നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം നല്ല ട്രാഫിക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലേറ്റ് ആവും തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം, ഈ റോഡ് പോകുമ്പോൾ നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കുന്നതാണ്, ഇങ്ങനത്തെ ബ്ലോക്കൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത പിക്കപ്പ് എന്നുള്ളത് നമ്മുടെ കഴക്കൂട്ടത്താണ്. അപ്പോൾ നമുക്ക് നോക്കാം കഴക്കൂട്ടത്ത് എത്ര മണിക്ക് വേണ്ടി എത്തുന്നത് നമുക്ക് നോക്കാം. എനിക്ക് അവിടെ നിന്ന് 2 പേരെ അങ്ങോട്ട് പിക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ അവിടെ പിക്ക് ചെയ്യാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
നമ്മളെ ഫൈനലി കഴക്കൂട്ട് എത്തി. കഴക്കൂട്ട് നമ്മൾ ആളെയും പിക്ക് ചെയ്ത് നമ്മളങ്ങനെ പോവുകയാണ്. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് നമ്മൾ കൊല്ലത്തേക്കാണ്. നമ്മൾ കൊല്ലത്ത് ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടാണ് പോവുക. പിന്നെ നല്ല ശക്തിയുടെ മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ലേറ്റ് ആവുന്ന ഉറപ്പായി. നമുക്ക് നോക്കാം എത്ര മണിക്ക് വണ്ടി എത്തും നമുക്ക് നോക്കാം. സമയം 9:15 നമ്മളങ്ങനെ ഫൈനലി ആറ്റിങ്ങിൽ ഒന്ന് കയറിയിട്ടുണ്ട്. നമ്മളെ വണ്ടിക്ക് ആക്ച്വലി ഇവിടെ പിക്കപ്പും ഡ്രോപ്പും ഒന്നും ഇല്ല. ആറ്റിങ്ങിൽ ഒന്ന് കയറിയിട്ടുണ്ട്. നമുക്ക് അടുത്തുള്ളത് കൊല്ലത്ത് മാത്രമേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് പറഞ്ഞ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കൊല്ലത്തേക്കാണ്. അപ്പോൾ ഇവിടെ കുറച്ച് തിരക്ക് കുറവ് വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ആറ്റിങ്ങിൽ എത്താറായപ്പോൾ തിരക്ക് കുറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഓടി എത്തും തോന്നുന്നു റണ്ണിങ്ങിൽ. നമുക്കത് നോക്കാം കൊല്ലത്ത് എത്ര മണിക്ക് വണ്ടി എത്തുന്നു നമുക്ക് നോക്കാം. ഇവിടെ റോഡിൻ്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് സുഖമായിട്ട് കയറിപ്പോകാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 6 പാതി ആയി കഴിയുമ്പോൾ എനിക്ക് ഒന്ന് എറണാകുളത്ത് എത്താൻ വേണ്ടി എനിക്ക് ഏകദേശം 3 മണിക്കൂറൊക്കെ മതിയായിരിക്കും. അപ്പോൾ എന്നാൽ റോഡിൻ്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറേ ഭാഗമൊക്കെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പീഡിൽ നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. സമയം വന്നിട്ട് 10 മണിയായിട്ടുണ്ട്. നമ്മളെ കൊല്ലം ഔട്ടറിലൊന്ന് കയറിയിട്ടുണ്ട്. നമ്മുടെ കൊല്ലം സിറ്റിയുടെ ഔട്ടറാണ് കാണുന്നത്. ഒരു ഹാപ്പനിങ് ഏരിയയാണ്. ഞാൻ എപ്പോഴും വീഡിയോ ഒക്കെ എടുക്കാറ് സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മൾ കൊല്ലം ടൗണിൽ എത്തുന്ന സമയം 9:20 അപ്പോൾ നമ്മൾ 10 മണിയായിട്ട് നമ്മൾ കൊല്ലം സ്റ്റാൻഡ് എത്തിയിട്ടില്ല. കൊല്ലം ഔട്ടർ എത്തിയിട്ടുള്ളൂ. നമ്മൾ നേരെ പോകാൻ പോകുന്നത് കൊല്ലം KSRTC സ്റ്റാൻഡിലേക്കാണ്. സമയം വന്നിട്ട് 10:10 ആയിട്ടുണ്ട്. നമ്മൾ KSRTC സ്റ്റാൻഡ് അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ കൊല്ലം KSRTC സ്റ്റാൻഡ് എത്തുന്ന സമയം 9:20 നമ്മൾ 10:10 ആകുമ്പോഴാണ് KSRTC സ്റ്റാൻഡിൽ എത്തിയിട്ടുള്ളത്. കൊല്ലം KSRTC എത്തിയിട്ടുള്ളത്. നമ്മൾ കൊല്ലം KSRTC സ്റ്റാൻഡിൽ നിന്ന് ആളെയും പിക്ക് ചെയ്ത് നമ്മളങ്ങനെ മൂവ് ആവുകയാണ്. നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് കായംകുളം KSRTC സ്റ്റാൻഡിലേക്കാണ്. അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാൻഡിൽ കയറിയിട്ടാണ് പോവുക. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ലേറ്റ് ആവും തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എത്തിയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആളെ പിക്ക് ചെയ്തപ്പോൾ ലേറ്റ് ആയി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3/4 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഞങ്ങൾ എത്തുക. നമുക്ക് നോക്കാം എത്ര മണിക്ക് എത്തുന്നുള്ളത്. സമയം വന്നിട്ട് രാത്രി 11:15 ആയിട്ടുണ്ട്. നമ്മളങ്ങനെ ഫൈനലി കായംകുളം KSRTC സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി ഇവിടെ 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്, ടീ ബ്രേക്ക് ഉണ്ട്. നമുക്കിവിടെ ഗുരുവായൂർ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഡ്രൈവറിനോട് ചോദിച്ചു സൈഡത്തെ സീറ്റിൽ ഇരുന്നോട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഇരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്യാബിൻ വീഡിയോ എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയുടെ ഔട്ടർ വ്യൂ. അപ്പോൾ നമുക്ക് നേരെ പോകാം. സമയം വന്നിട്ട് 11:20 നമ്മൾ നേരെ പോകാൻ പോകുന്നത് ആലപ്പുഴ ഭാഗത്തേക്കാണ്. നമ്മൾ KSRTC ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ 10:05 കായംകുളത്ത് എത്തുന്ന വണ്ടിയാണ്. നമ്മൾ എത്തിയിട്ടുള്ള 11:15 ആയപ്പോഴാണ്. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. സമയം വന്നിട്ട് രാത്രി 11:30 നമ്മളങ്ങനെ കായംകുളത്ത് മൂവ് ആയിട്ടുണ്ട്. നമ്മൾ നേരെ പോകുമ്പോൾ ആലപ്പുഴ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സാരഥിമാർ വന്നിട്ടുള്ളത് ബിജു ചേട്ടനും ജോർജ് ചേട്ടനുമാണ്. ഇതുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് ജോർജ് ചേട്ടനാണ്. ആൾ വന്നിട്ട് എറണാകുളത്തുള്ളതാണ്. ബിജു ചേട്ടൻ വന്നിട്ട് ട്രിവാൻഡ്രംകാരനാണ്. അപ്പോൾ നമ്മുടെ വീഡിയോക്കകത്ത് കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വന്നൊരു കമൻറ്റാണ് നമ്മൾ ക്യാബിൻ റൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുകൊണ്ട് ചാനൽ അതിനായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സമയം വന്ന് രാത്രി 11:40 നമ്മൾ ഹരിപ്പാട് വന്ന് കയറിയിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി ഇവിടെ പിക്കപ്പും ഡ്രോപ്പും ഇല്ല. ഞാൻ ജസ്റ്റ് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഹരിപ്പാടാണ്. അപ്പോൾ ഹരിപ്പാട് KSRTC സ്റ്റാൻഡാണ് നേരെ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്ന ആലപ്പുഴ ഭാഗത്തേക്കാണ്. നമ്മുടെ വണ്ടിക്ക് വന്നിട്ട് ഹരിപ്പാടും പിക്കപ്പില്ല, കരുനാഗപ്പള്ളിയും പിക്കപ്പില്ല കേട്ടോ. നമ്മളിപ്പം കായംകുളം കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴ മാത്രമേ നമുക്ക് പിക്കപ്പും ഡ്രോപ്പും ഉള്ളൂ. നമ്മളെ തോട്ടപ്പള്ളി സ്പിൽവേയിൽ ഒന്ന് കയറിയിട്ടുണ്ട്. നമ്മുടെ ജോർജ് ചേട്ടനെല്ലാം കത്തിച്ച് വണ്ടി വിടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര സ്പീഡിൽ പോകുന്നത്. പിന്നെ റോഡ് കാലിയാണ്, ഒരു തിരക്കുമില്ല. അപ്പോൾ അത് നല്ല സ്പീഡിൽ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് വന്നിട്ട് നമുക്ക് പുതിയ പാലത്തിൻ്റെ പണി നടക്കാൻ നമുക്ക് കാണാം. സ്കാനിയ ബസ്സിൻ്റെ വലുപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല വീതിയുള്ള വണ്ടിയാണ്. അത് കാരണം കയറിപ്പോകാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. നമ്മുടെ മിന്നൽ ബസ് കയറിപ്പോകുന്ന ഈ വണ്ടി കയറിപ്പോകത്തില്ല. ഇതിന് വീതിയും കൂടുതലാണ്, നീളം കൂടുതലാണ്. ഇതാണ് സ്കിൽഡ് ഡ്രൈവറാണ്. ഇതാണ് ജോർജ് ചേട്ടൻ.
സമയം വന്നിട്ട് 12:25 നമ്മൾ ഫൈനലി ആലപ്പുഴ KSRTC സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തേണ്ട സമയം നമ്മൾ ഷെഡ്യൂൾ പകരം പറയുകയാണെങ്കിൽ 10:45 നമ്മൾ എത്തിയിട്ടുള്ളത് 12:30 ആയപ്പോഴാണ്. അപ്പോൾ അത്യാവശ്യം റോഡിൽ ട്രാഫിക്കും ഉണ്ടായിരുന്നു, അത് മാത്രമല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമുക്ക് ലേറ്റ് ആവുകയാണ്. സമയം രാത്രി 12:30 ആകുന്നു. നമ്മളങ്ങനെ ആലപ്പുഴ നാളെയും പിക്ക് നമ്മളെ മൂവ് ആവുകയാണ്. നമുക്കിവിടെ എടപ്പാൾ ഡിപ്പോയുടെ വണ്ടി കാണാം, വർക്ക്ഷോപ്പായി നമുക്കിവിടെ കാണാം. പഴയ KSRTC ബസ്സാണ് കിടക്കുന്നത്. തൊട്ടപ്പുറത്ത് ലോ ഫ്ലോറും കിടപ്പുണ്ട്. ലോ ഫ്ലോർ സ്ഥിരമായിട്ട് കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. എല്ലാ ദിവസവും റിപ്പയർ ചെയ്യാൻ വേണ്ടി എപ്പോഴും നമുക്ക് വണ്ടികൾ കാണാം. അപ്പോൾ എനിക്ക് ആക്ച്വലി കഴിഞ്ഞ ആഴ്ച ഒരു ട്രിവാൻഡ്രത്ത് നമ്മൾ നേരെ കോട്ടയം പോയായിരുന്നു. ഞാൻ വീഡിയോ ചെയ്തില്ല, പക്ഷേ വണ്ടി ഇടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. അതിൻ്റെ ഓയിൽ ലീക്ക് ഒക്കെ ആയിട്ട് കംപ്ലൈൻ്റ് ആയിപ്പോയി. അത് വേറെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ വീട്ടിലെത്തിയത്. എനിക്ക് അന്ന് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അത് നമ്മൾ ആലപ്പുഴ നമ്മൾ ആളെയും പിക്ക് ചെയ്തു നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഇരുമ്പ് പാലമാണ്. ഈ പാലത്ത് എങ്ങനെ ഈ പേര് വന്ന് ആർക്കും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആലപ്പുഴയുള്ളൊരു ഫേമസ് സ്ഥലമാണ്. പണ്ടൊക്കെ നല്ല ട്രാഫിക്കുള്ള സ്ഥലമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് റോഡിന് വീതി കൂട്ടി. അപ്പോൾ അത് കാരണം കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെയും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇരുമ്പ് പാലാണത്. നമ്മൾ ഫൈനലി കൊമ്മാടി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് നിന്ന് കയറിയിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി പോകുന്ന ഹൈവേ വഴിയാണ്. നമ്മൾ നേരെ ഇനി അരൂർ കയറി നേരെ നമ്മൾ വൈറ്റില ഹബ്ബിലേക്ക് പോകും. നമ്മുടെ വണ്ടി വന്നിട്ട് സൗത്തിലേക്ക് പോകത്തില്ല, അത് എറണാകുളം KSRTC സ്റ്റാൻഡിലേക്ക് പോകത്തില്ല. വൈറ്റിലാണ് നമുക്ക് പിക്കപ്പും ഡ്രോപ്പും ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര മണി വണ്ടി എത്തുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കൊമ്മാടി നമ്മുടെ ഹൈവേ ഒന്ന് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് കൊമ്മാടി ജംഗ്ഷനാണ്. ഇപ്പോൾ നിങ്ങൾ എങ്ങനെ ബൈപ്പാസ് റൈഡറാണ് വണ്ടി ബുക്ക് ചെയ്യുന്നതെങ്കിൽ ആ വണ്ടികൾ വന്നിട്ട് ആലപ്പുഴ ടൗണിലേക്ക് പോകത്തില്ല, അതായത് KSRTC സ്റ്റാൻഡിലേക്ക് പോകത്തില്ല, കൊമ്മാടി വന്ന് നിൽക്കേണ്ടി വരും. കൊമ്മാടിയാണ് ആലപ്പുഴ പിക്കപ്പും ഡ്രോപ്പും ഉള്ളത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഓർക്കണം. ബൈപ്പാസ് റൈഡറിനുള്ള അങ്ങനെ കുഴപ്പമുണ്ട്. സാധാരണ വണ്ടികളാണെങ്കിൽ എല്ലാം നമ്മുടെ ഹൈവേയിൽ നിന്ന് നേരെ സ്റ്റാൻഡിൽ കയറിയിട്ട് പോവുക. പക്ഷേ ബൈപ്പാസ് റൈഡർ വന്നിട്ട് കൊമ്മാടിയിൽ നിന്ന് നേരെ നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് കയറിയിട്ട് പോവുക. നമ്മൾ ഫൈനലി ഗുരുവായൂരിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റിന് ഓവർടേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഗുരുവായൂരിലേക്ക് പോകുന്ന വണ്ടിയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുമ്പോൾ എറണാകുളം ഭാഗത്തേക്കാണ്. അപ്പോൾ ഇവിടെയൊക്കെ റോഡിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മളങ്ങനെ തുറവൂർ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ എലിവേറ്റഡ് ഹൈവേ ആണ്, 6 ലൈൻ ഹൈവേ ആണ് കാണുന്നത്. സിംഗിൾ പില്ലറിലുള്ള 6 ലൈൻ ഹൈവേ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ അരൂരിലേക്കാണ് ഈ ഹൈവേ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, അത് 2 എൻഡിലെയും വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തീർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിച്ചാണ്. അപ്പോൾ എന്തായാലും ഈ കാണുന്നതാണ് എലിവേറ്റഡ് ഹൈവേ. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന അരൂരിലേക്കാണ്. ഇവിടെയൊക്കെ റോഡൊക്കെ മോശം കണ്ടീഷനായിരുന്നു, പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോൾ കുറേ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കുറേ ഭാഗത്തൊക്കെ റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല ട്രാഫിക് കിട്ടാത്ത സ്ഥലമാണ് ഈ കാണുന്നതെല്ലാം, പക്ഷേ ഇവിടെയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. സമയം വന്നിട്ട് 1:25 നമ്മളങ്ങനെ ഫൈനലി അരൂർ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ തോപ്പുംപടി ഭാഗത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ റൈറ്റ് പോവാണ്. നമ്മൾ നേരെ ഇനി പോകുമ്പോൾ വൈറ്റിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഫൈനലി എറണാകുളം ജില്ലയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ കാണുന്ന നമ്മൾ അരൂർ കുമ്പളം പാലാണ് ഈ കാണുന്നത്. നമുക്ക് ലെഫ്റ്റ് സൈഡ് വന്നിട്ട് റെയിൽവേ ബ്രിഡ്ജ് കാണാം. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് ലൈനിൻ്റെ ഒരു പണി നടക്കുന്നത് നമുക്ക് കാണാം. 2 പാലങ്ങൾ വരാൻ പോകുന്നുണ്ട് അവിടെ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് പണി നടക്കുന്നുണ്ട്, രാത്രിയും പകലൊക്കെ പണി നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എറണാകുളം ജില്ലയിലോട്ട് കയറുകയാണ്. നമ്മൾ നേരെ ഇനി പോകുന്ന വൈറ്റിലയിലോട്ടാണ്. അപ്പോൾ നമ്മൾ അരൂർ കുമ്പളം നമ്മൾ ടോൾ പ്ലാസ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഫൈനലി എറണാകുളത്ത് വന്ന് കയറി. നമ്മൾ സമയം പറയുകയാണെങ്കിൽ വളരെ ലേറ്റാണ്. നമ്മൾ വളരെ ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1:30 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വളരെ ലേറ്റായിട്ട് ഓടുന്നത്. നമുക്ക് നോക്കാം എത്ര മണി വണ്ടി എത്തുന്നു നമുക്ക് നോക്കാം വൈറ്റിലയിൽ. സമയം വന്നിട്ട് 1:40. അപ്പോൾ നമ്മൾ ഫൈനലി വൈറ്റിലേ വന്ന് കയറിയിട്ടുണ്ട്. നമ്മുടെ KSRTC ഷെഡ്യൂൾ പറയുകയാണെങ്കിൽ 12:20 വൈറ്റിൽ എത്തുന്ന വണ്ടിയാണ്. നമ്മളിപ്പോൾ ലേറ്റ് ആയിട്ട് 1:40 ആയപ്പോഴാണ് വൈറ്റിലേ വന്ന് കയറിയിട്ടുള്ളത്. സമയം വന്ന് രാത്രി 1:45 നമ്മൾ വൈറ്റിലേ കിടക്കുകയാണ്. ആക്ച്വലി നമുക്കൊരു 10 ബ്രേക്ക് ഉണ്ട്, നമുക്ക് വാഷ്റൂമിൽ പോകാനുള്ള സൗകര്യമുണ്ട്, ചായ കുടിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, അതിൻ്റെ ഓവറോൾ ലുക്ക്. ഇപ്പോൾ വൈറ്റിലേ ജംഗ്ഷൻ നമ്മൾ കിടക്കുകയാണ്, വൈറ്റിലേ ഹബ്ബിൽ കിടക്കുകയാണ്. സമയം വന്നിട്ട് 1:55 നമ്മൾ വൈറ്റിലേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഓടിക്കാൻ പോകുന്നത് ബിജു ചേട്ടനാണ്. അപ്പോൾ സമയം വന്നിട്ട് 2 മണിയായി. നമ്മൾ വൈറ്റില ജംഗ്ഷനിൽ നമ്മൾ നേരെ പോവുകയാണ്. നമ്മൾ നേരെ പോകുമ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്കാണ്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ പാലാരിവട്ടം ഫ്ലൈ ഓവറാണ്, വളരെ ഫേമസ് ആയ ഫ്ലൈ ഓവറാണ്. അപ്പോൾ അത് നമ്മൾ ക്രോസ് ചെയ്ത് നമ്മൾ നേരെ പോകുമ്പോൾ ഇടപ്പള്ളിയിലോട്ടാണ്. നമ്മൾ ലുലു ചെന്ന് കയറും, അവിടെ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ പോകും. നമ്മൾ നേരെ തൃശ്ശൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. നമ്മൾ കൊടുങ്ങല്ലൂർ വഴിയല്ല പോകുന്നത്, നമ്മൾ തൃശ്ശൂർ കയറിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി ഇടപ്പള്ളി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഫേമസ് ആയ ജംഗ്ഷനാണ്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഇപ്പോൾ എറണാകുളത്തുള്ളത് ഇവിടെയാണ്.
അപ്പോൾ നേരെ ഫ്രണ്ട് റൈറ്റ് സൈഡ് നമുക്ക് ലുലു മാൾ കാണാം. നമ്മൾ നേരെ റൈറ്റിലേക്ക് പോയിട്ട് നമ്മൾ ഹൈവേ കൂടിയാണ് നമ്മൾ നേരെ തൃശ്ശൂരിലേക്ക് പോകുന്നത്. ഇത് എറണാകുളത്തെ ഫേമസ് ആയ ജംഗ്ഷൻ കേട്ടോ. നമുക്ക് നേരെ മേളിൽ നമുക്ക് മെട്രോ സർവീസ് കാണാം, കൊച്ചി മെട്രോ കാണാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ലുലു മാൾ. അപ്പോൾ ഈ കാണുന്ന ലുലു മാളാണ് എറണാകുളത്തെ. നല്ല ട്രാഫിക് ബ്ലോക്ക് കിട്ടുന്ന സ്ഥലമാണിത്. പക്ഷേ ഈ സമയം അതിന് കുഴപ്പമില്ല, നമുക്ക് സ്മൂത്തായിട്ട് കയറി പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരം കൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മേ ബി ഒരു 3/4 മണിക്കൂർ ഇവിടെ നഷ്ടപ്പെടും. അപ്പോൾ ലുലു മാളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഫൈനലി ആലുവ എന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് വന്നിട്ട് നമുക്ക് ആലുവ മെട്രോ സ്റ്റേഷൻ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ കൊച്ചി മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആലുവയിൽ നിന്ന് തൃപ്പൂണിത്തുറ വരെയാണ് നമ്മുടെ സർവീസ് ഇപ്പോൾ ഉള്ളത്, ആദ്യത്തെ ഘട്ടത്തിലുള്ളത്. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. നമുക്ക് നേരെ ഫ്രണ്ടിൽ നമുക്ക് മാർത്താണ്ഡവർമ്മ പാലം നമുക്ക് കാണാം. ആലുവ ഭയങ്കര ഫേമസ് ആയ ബ്രിഡ്ജാണ്, ആർച്ച് ബ്രിഡ്ജാണ്. അത് നമുക്ക് നേരെ റൈറ്റ് സൈഡ് നമുക്ക് നമ്മുടെ മണപ്പുറം നമുക്ക് കാണാം, അത് ആലുവ ശിവക്ഷേത്രം നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് പോകാം. നമ്മൾ നേരെ പോകാൻ പോകുന്നത് അങ്കമാലി ഭാഗത്തേക്കാണ്. അങ്കമാലിയിൽ നമ്മൾ നേരെ തൃശ്ശൂർ കയറും. ഇത് എറണാകുളം ജില്ലയിലെ ഫേമസ് ആയ ബ്രിഡ്ജാണ്, ആർച്ച് ബ്രിഡ്ജാണ്. നമ്മൾ മാർത്താണ്ഡവർമ്മ പാലമാണ് ഈ കാണുന്നത്. നമ്മൾ ഫൈനലി അത്താണി എത്തിയിട്ടുണ്ട്. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കൊച്ചി നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ അത്താണിയാണ് കാണുന്നത്. ആക്ച്വലി ഇവിടെ പിക്കപ്പും ഡ്രോപ്പൊന്നും ഇല്ല. നമുക്ക് നേരെ പോകുമ്പോൾ അങ്കമാലിയിലേക്കാണ്. സമയം വന്നിട്ട് രാത്രി 2:30 നമ്മുടെ അങ്കമാലി എത്തിയിട്ടുണ്ട്. നമ്മൾ റൈറ്റ് സൈഡ് കാണുന്ന അങ്കമാലി KSRTC സ്റ്റാൻഡാണ്. നമുക്ക് ആക്ച്വലി ഇവിടെ പിക്കപ്പും ഡ്രോപ്പും ഇല്ല. നമുക്ക് ആക്ച്വലി ആരും ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഷെഡ്യൂൾ വരെ ഇവിടെ പിക്കപ്പും ഡ്രോപ്പും ഉണ്ട്, പക്ഷെ നമുക്ക് ആരും ഇറങ്ങാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പോവാണ്. നമ്മൾ എത്തേണ്ട സമയം 12:50 നമ്മളിപ്പോൾ ലേറ്റ് ആയിട്ടാണ് 2:30 ആയപ്പോഴാണ് നമ്മുടെ അങ്കമാലി എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ പോകും ചാലക്കുടി ഭാഗത്തേക്കാണ്. ചാലക്കുടി നമ്മൾ നേരെ തൃശ്ശൂരിലേക്ക് നമ്മൾ കയറും. അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ട് നമുക്ക് ലോ ഫ്ലോർ ബസ് കാണാം. അത് കോഴിക്കോടിലേക്ക് പോകുന്ന ലോ ഫ്ലോർ ആണ്. അത് രാത്രി 8 മണിക്ക് ട്രിവാൻഡ്രം സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ 2 വണ്ടി ഒരേ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ലോ ഫ്ലോർ കുറച്ചും കൂടി പെട്ടെന്ന് എത്തി, കാരണം ബൈപ്പാസ് റൈഡർ ആയതുകൊണ്ട് കുറച്ചും കൂടി വേഗത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം തന്നെ ഓവർടേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആൾ വിട്ടിരുന്നില്ല. ആൾ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പോൾ ബീച്ചയുടെ മാക്സിമം നോക്കുന്നുണ്ട്, പക്ഷേ ആൾ വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ ഫൈനലി അങ്ങനെ നമ്മൾ ഓവർടേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ലോ ഫ്ലോർ ബസ്, കോഴിക്കോടിലേക്ക് പോകുന്ന വണ്ടിയാണ്, ട്രിവാൻഡ്രം കോഴിക്കോട് വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഫൈനലി ഓവർടേക്ക് ചെയ്തു. നമ്മൾ നേരെ പോവാണ്. നമ്മൾ നേരെ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. നമ്മൾ നല്ല സ്പീഡിലാണ് യാത്ര ചെയ്യുന്നത്, കാരണം നമുക്ക് സമയം കുറച്ച് നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മാക്സിമം നമുക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്പീഡിൽ നമുക്ക് പോകാം. കാരണം റോഡിനൊരു വീതിയുണ്ട്, വലിയ ട്രാഫിക്കും ഇല്ല, ചെറിയ വണ്ടികളും അധികം ഇല്ല. അത് കാരണം നമുക്ക് സുഖമായിട്ട് കയറി പോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇല്ലാത്ത 6 വരി പാത ആയതുകൊണ്ട് കുഴപ്പമില്ല, സ്മൂത്തായിട്ട് നമുക്ക് കയറി പോകാം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. നമ്മൾ ഫൈനലി പാലിയേക്കര ടോൾ പ്ലാസ വന്ന് കയറിയിട്ടുണ്ട്. തൃശ്ശൂരിലേക്ക് വന്ന് കയറി. അപ്പോൾ നമുക്കിവിടെ ടോൾ അടയ്ക്കണം, നമുക്ക് നേരെ പോകാം. സമയം 3 മണിയായി. നമ്മൾ വളരെ ലേറ്റായിട്ടാണ് ഓടുന്നത്. നമുക്ക് നേരെ തൃശ്ശൂർ KSRTC സ്റ്റാൻഡിലേക്ക് പോകണം. നമ്മൾ ഹൈവേ നിന്ന് ഡീവിയേഷൻ എടുക്കുകയാണ്. നമ്മൾ നേരെ പോകുന്നത് തൃശ്ശൂർ സിറ്റിയിലേക്കാണ്. ടൗണിൽ പോയിട്ട് നമ്മൾ KSRTC സ്റ്റാൻഡിൽ പോയിട്ട് പിക്ക് ചെയ്തിട്ടാണ് പോവുക. അവിടെ നിന്ന് 2 പേര് കയറാനുണ്ട്. നമ്മൾ ഫൈനലി തൃശ്ശൂർ ഔട്ടറിൽ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് തൃശ്ശൂർ KSRTC സ്റ്റാൻഡിലോട്ടാണ്. സമയം വന്നിട്ട് 3:10 ആവുന്നു. നമ്മളങ്ങ് തൃശ്ശൂർ KSRTC സ്റ്റാൻഡിൽ വന്ന് കയറിയിട്ടുണ്ട്. നമ്മൾ KSRTC ഷെഡ്യൂൾ വേഗം പറയുകയാണെങ്കിൽ 1:55 തൃശ്ശൂർ എത്തുന്ന വണ്ടിയാണ്. നമ്മൾ ലേറ്റായിട്ട് 3:15 ആയപ്പോഴാണ് നമ്മൾ തൃശ്ശൂർ വന്ന് കയറിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നാളെ പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ആളെ പിക്ക് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഒരു വണ്ടി പോകുന്നതാണ്. അതിന് നേരെ ഹോൾട്ട് ചെയ്തില്ല, ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വണ്ടി എടുക്കുമെന്ന് അറിയാൻ സാധിച്ചത്. നമുക്ക് ലെഫ്റ്റ് സൈഡ് പാലയിലേക്ക് പോകുന്ന സൂപ്പർ ഡീലക്സ് എയർ ബസ് നമുക്ക് കാണാം. അപ്പോൾ അതിനെ ഹോൾഡ് ചെയ്തിട്ടില്ല, നമ്മൾ വേഗം ഇവിടുന്ന് പുറപ്പെടുകയാണ്. സമയം വന്നിട്ട് 3:20 നമ്മൾ തൃശ്ശൂർ KSRTC സ്റ്റാൻഡിൽ പുറപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് കോഴിക്കോട് ഭാഗത്തേക്കാണ്.
അപ്പോൾ നമ്മൾ അവിടെ ലേറ്റായിട്ടാണ് ഓടുന്നത്, ഏകദേശം 1.5 മണിക്കൂർ ലേറ്റായിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര മണിക്ക് വണ്ടി എത്തുന്നു നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിൽ സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് നമുക്ക് കാണാം. അപ്പോൾ അതിനുള്ള ഓവർടേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നത് കോഴിക്കോട് ഭാഗത്തേക്കാണ്. ഓപ്പോസിറ്റ് വണ്ടിയില്ല, അതായത് നമുക്ക് വേഗം പോകാൻ സാധിക്കുന്നുണ്ട്. ഈ സമയം അതുകൊണ്ട് കുഴപ്പമില്ല, വലിയ ട്രാഫിക്കൊന്നും ഇല്ല, നമുക്ക് നല്ല സ്പീഡ് കയറി പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്നാൽ ബീച്ചേട്ടൻ കത്തിച്ച് വിടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലേറ്റ് ആയിരുന്നെന്ന് തോന്നുന്നു, ഏകദേശം 2 മണിക്കൂറോളം ലേറ്റാണ് നമ്മൾ. അപ്പോൾ അതാണ് നമ്മൾ സ്പീഡിൽ പോകുന്നത്. പിന്നെ റോഡ് കാര്യമായിട്ട് കുഴപ്പമില്ല, സംഭവം സേഫാണ്. സമയം വന്നിട്ട് 4 മണിയായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഫൈനലി എടപ്പാട് വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പിക്കപ്പും ഡ്രോപ്പൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കോഴിക്കോടിലേക്കാണ്. അപ്പോൾ ചെറിയ ചായ കുടിക്കാൻ വേണ്ടി നിർത്തുകയാണ്. അപ്പോൾ ഞാനും ബീച്ചേട്ടന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പോൾ ചെറിയ ചായ കുടിച്ചിട്ട് നമുക്ക് നേരെ പോകാം. അപ്പോൾ രാത്രി യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഉറക്കവും പോയി കിട്ടും, പിന്നെ ചെറിയ റിഫ്രഷ്മെൻറ്റും ആവും ചായ കുടിക്കുമ്പോൾ. ഇത് നമ്മുടെ ബീച്ചേട്ടൻ്റെയൊക്കെ സ്ഥിരം സ്പോട്ടാണ്. ഇവിടെ വരുമ്പോൾ സ്ഥിരമായിട്ട് ചായ കുടിക്കാറുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എനിക്കൊരു ചായ പുള്ളി വാങ്ങിച്ചു തന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ പോകാം. നമ്മൾ നേരെ പോകുന്നത് കോഴിക്കോട് ഭാഗത്തേക്കാണ്. കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ കയറിയിട്ട് നമ്മൾ പോവാം. ഇത് നമ്മുടെ പഴയ പാലമാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു പുതിയ പാലം കാണാം. നമ്മുടെ ഹൈവേ നമുക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഹൈവേയിലേക്ക് വന്ന് നമ്മളിപ്പോൾ കയറും. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഈ ഹൈവേ കൂടിയാണ്, അതായത് നമ്മുടെ പുതിയ ഹൈവേ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സമയം പറയുകയാണെങ്കിൽ രാവിലെ 4:15 നമ്മളിപ്പോൾ എടപ്പാളിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഫൈനലി പുതിയ ഹൈവേയിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഫുള്ളി പുതിയ ഹൈവേ കൂടി ആയിരിക്കും നമ്മൾ കോഴിക്കോടിലേക്ക് പോകുമ്പോൾ. അപ്പോൾ എന്തായാലും പുതിയ ഹൈവേ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സമയം വന്നിട്ട് 4:20 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നത് കോഴിക്കോടിലേക്കാണ്. ഇതിന് റോഡിന് വെച്ച് വീതി കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ മൾട്ടി ആക്സിലൊക്കെ പോകുമ്പോൾ കറക്റ്റ് ടൈറ്റായിട്ടാണ് പോകുന്നത്, സൈഡിലൊന്നും ഒട്ടും ഗ്യാപ്പില്ല. കുറച്ചും കൂടി ഒരു വീതി കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെറുതാക്കി പെടുന്നതെന്ന് അറിയില്ല. ഒരു ചെറിയ ഓട്ടോ പോലുള്ള ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അതിൽ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. കാരണം പുതിയ റോഡൊക്കെ പണിയുമ്പോൾ കുറച്ചും കൂടി വീതി കൊടുക്കാമെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. എന്തെങ്കിലും പ്രത്യേകം കാരണം കൊണ്ടാണ് കൊടുത്തതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല സൂപ്പർ റോഡാട്ടോ, നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇതിലേക്ക് പോയിട്ട് നമുക്ക് ടോളൊക്കെ നമുക്ക് സന്തോഷം തോന്നും. പക്ഷേ സാധാരണ നമുക്ക് എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് നമുക്ക് അറിയാമല്ലോ, മൊത്തം മോശം റോഡാണ് ആലപ്പുഴ ഭാഗത്തൊക്കെ. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്ററാണ്. നല്ല വീതിയുണ്ട്, നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല ലൈറ്റും ഉണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കാൻ നല്ല കാര്യമായിരുന്നു. ഇതിലേക്ക് ഓടിയിട്ട് നമുക്ക് ടോളൊക്കെ നമുക്ക് വലിയ വിഷമം തോന്നത്തില്ല. സാധാരണ നമ്മളിപ്പോൾ അരൂരൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നത്. ഇവിടുന്ന് കാസർഗോഡേക്ക് 244 കിലോമീറ്റർ ഉണ്ട് കേട്ടോ, നല്ല ദൂരമുണ്ട്. ബീച്ചേട്ടൻ വണ്ടി കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ടൈമിംഗ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി എടുത്താൽ സ്പീഡിൽ പോകുന്നത്. നല്ല റോഡുമാണ്, ഇടയ്ക്ക് നേരെ വണ്ടി കയറത്തുമില്ല. അപ്പോൾ സംഭവം സേഫായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്കെന്നാൽ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചാനലുമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരും. അതിനൊപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് വീഡിയോ ചെയ്യണേ പറഞ്ഞാൽ മതി, ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഫൈനലി ടോൾ പ്ലാസ വന്ന് കയറിയിട്ടുണ്ട്. നല്ല കറക്റ്റ് വിടത്തിലാണ് പണിത് വെച്ചിരിക്കുന്നത്. നമുക്ക് ആ വണ്ടിയുടെ ഗ്ലാസ് തട്ടിയില്ല എന്ന രീതിയിലാണ് കയറി പോകാൻ പറ്റുള്ളൂ. എനിക്ക് മനസ്സിലാകാത്ത പുതിയ റോഡൊക്കെ പണിയുമ്പോൾ എന്തിനാ എത്താൻ ചെറുതാക്കി പണിയുന്നതാണ്. കുറച്ച് വീതിയിൽ പണിയാണെങ്കിൽ ഭംഗിയായിട്ട് വണ്ടി കയറിപ്പോവും. എന്ത് ഉദ്ദേശമാണ് ചെയ്തതെന്ന് അറിയില്ല. അതിന് സാധാരണ നമുക്ക് എക്സ്ട്രാ വൈഡ് വർക്കേഴ്സിനൊക്കെ കുറച്ചും വിത്ത് കൊടുക്കേണ്ടതാണ്. പക്ഷേ സൈഡിലൊന്നും ഒട്ടും ഗ്യാപ്പില്ല. എന്ത് ഡിസൈനാണെന്ന് അറിയില്ല. നമുക്ക് എന്തെങ്കിലും നോക്കാം, എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് പോവാം.
പക്ഷേ ഇവിടെ പൈസ കൊടുക്കുമ്പോൾ നമുക്ക് എത്ര വലിയ വിഷമം തോന്നത്തില്ല കേട്ടോ. കാരണം നല്ല കിടിലൻ റോഡ് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് വന്ന് ടോൾ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് കുഴപ്പം തോന്നത്തില്ല. നേരെ മറിച്ച് നമ്മൾ ആലപ്പുഴയിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്. ടോൾ കൊടുത്തിട്ട് നമ്മൾ നേരെ ട്രാഫിക്ക് കിടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഭയങ്കര തന്നെയാണ്. അല്ലെങ്കിൽ പാലിയേക്കര നമുക്കറിയാം ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. ഇതിലെ വണ്ടിയൊക്കെ ഓടി വരുന്നേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഈ സമയമാണ്, അതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് കുറച്ചും വിട്ടിൽ പണിയാണെന്ന് വെച്ചാൽ നല്ല കാര്യമായിരുന്നു. എന്തിനാണ് നീ ചെറുതാക്കി പണിതെന്ന് അറിയില്ല. അങ്ങനെ ഫൈനലി മഴ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത്ര നേരം മഴ കിട്ടിയില്ല. നമുക്ക് ട്രിവാൻഡ്രത്ത് കുറച്ച് മഴ കിട്ടി, അതിനുശേഷം പിന്നെ എങ്ങും മഴ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. നല്ല ശക്തിയായിട്ട് പെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല ഇരുണ്ട് മൂടി കിടപ്പുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി ലേറ്റാണ്. ഇനി മഴയും കൂടി കൂടിക്കഴിഞ്ഞാൽ എത്ര മണിക്ക് എത്തും നമുക്കൊന്ന് നോക്കാം. നല്ല കിടിലൻ മഴ തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. റോഡ് ഇപ്പോൾ നല്ല നനഞ്ഞെടുക്കുന്നത് നല്ല രസമാണ്. ഈ സമയം രാത്രി ഉണ്ടാകുമ്പോൾ നല്ല രസമുണ്ട്. എന്തായാലും എനിക്ക് ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വ്യൂ ആണ് ഫ്രണ്ടിൽ നിന്ന്. നല്ല വലിയ ഗ്ലാസ് ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് റോഡും കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടത് വെച്ചാൽ ലൈക്ക് ചെയ്യണേ. എനിക്ക് പേഴ്സണലി മഴ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരാളാണ് ജസ്റ്റ് ഒന്ന് പറയണേ. എനിക്ക് മഴക്കാലത്ത് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. തിരക്കൊന്നും പാടില്ല, സാധാരണ വണ്ടി ഓടിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരാളാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഒന്ന് പറയണേ. മഴയുടെ ശക്തി കൂടിക്കൂടി വരികയാണ്. അപ്പോൾ നമുക്കതിന് സ്പീഡിൽ പോകാൻ സാധിക്കുന്നില്ല. നല്ല മഴയാണ്. എനിക്ക് ഫ്രണ്ടിൽ സീറ്റ് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. മഴയും കൂടി പെയ്യുമ്പോൾ നല്ല നല്ല വ്യൂ ആണ് പുറത്തേക്ക് നോക്കുമ്പോൾ. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകാരണം നല്ല ഇരുട്ടാണ്. കുറച്ച് മുന്നത്തെ റോഡ് നല്ല ഭംഗിയായിട്ട് റോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകാരണം നല്ല ഇരുട്ടുണ്ട്. നല്ല മഴയും കൂടി പെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മുടെ ചേട്ടൻ നല്ല കത്തിച്ച് വിടുകയാണ്. ചേട്ടൻ എക്സ്പീരിയൻസ് ഡ്രൈവറാണ്. നല്ല കത്തിച്ച് വിടുകയാണ്. അപ്പോൾ നമുക്കറിയാം സ്കാൻ ഓടിക്കാൻ കൊടുക്കുന്ന ആൾക്കാർക്ക് എക്സ്പീരിയൻസ് നമുക്കറിയാം. അത്ര എക്സ്പീരിയൻസ് ഡ്രൈവേഴ്സ് മാത്രമേ സ്കാനിങ് കൊടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ രണ്ടുപേരാണ് നമ്മുടെ ഇന്ന് സാരഥികളുള്ളത്. നമ്മൾ സേഫായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ നേരെ പോവാം. അപ്പോൾ നമുക്ക് നേരെ ഇനി പോകുന്നത് കോഴിക്കോടിലേക്കാണ്. അപ്പോൾ മഴയുടെ ശക്തി കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അതാണ് നമുക്ക് റോഡ് കാണുന്നില്ല, അത്രയ്ക്ക് മഴയാണ്. ഇപ്പോൾ റോഡിൽ ഫുള്ള് വെള്ളമുണ്ട്. സമയം 5 മണിയായി. അപ്പോൾ മഴ ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോഴിക്കോടിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്, ഔട്ടറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കോഴിക്കോട് ടൗണിലേക്ക് കയറാം. അപ്പോൾ ഈ സ്ട്രെച്ചിൽ രണ്ടാമത്തെ ടോൾ പ്ലാസ ഒന്ന് കയറിയിട്ടുണ്ട്. നമുക്കിതിലേ പോകുമ്പോൾ 2 ടോൾ പ്ലാസാസാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റോഡൊക്കെ ഓപ്പൺ ആക്കിയതുകൊണ്ട് നല്ലവണ്ണം കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോകാം. നമ്മളങ്ങ് ഡീവിയേഷൻ എടുക്കുകയാണ്, പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ നേരെ ഇനി പോകുന്നത് കോഴിക്കോട് നമ്മുടെ ടൗണിലേക്കാണ്. നമ്മൾ KSRTC സ്റ്റാൻഡിൽ കയറിയിട്ടാണ് നമ്മൾ പോവുക. സമയം രാവിലെ 5:15 നമ്മളങ്ങനെ ഫൈനലി കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഷെഡ്യൂൾ പകരം പറയുകയാണെങ്കിൽ 4:20 എത്തുന്ന വണ്ടിയാണ്. നമ്മൾ 1 മണിക്കൂർ ലേറ്റായിട്ട് 5:15 നമ്മൾ സ്റ്റാൻഡിൽ വന്ന് കയറിയിട്ടുള്ളത്. നമുക്ക് ആക്ച്വലി ഇവിടെ 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. നമുക്ക് റിഫ്രഷ്മെൻറ്റ്സ് കഴിക്കാൻ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വാഷ്റൂമിൽ പോകാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 10 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞാൽ നമ്മൾ പോവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ KSRTC സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ വണ്ടി കയറ്റിയിട്ടുണ്ടെങ്കിൽ പ്രത്യേക സ്കില്ല് വേണം. നമുക്ക് സൈഡിലൊന്നും വരയാതെ കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പില്ലേഴ്സ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ച് സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ വണ്ടി കയറ്റിയിടാൻ വേണ്ടി. പ്രത്യേകിച്ച് മൾട്ടി ആക്സിൽ പോലത്തെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ വണ്ടിയുടെ ഹൈറ്റ് മാക്സിമം താത്തോണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമയം 5:20. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ ലേറ്റായിട്ട് നമ്മൾ കോഴിക്കോട് വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഈ സമയമാണെന്ന് തോന്നുന്നു. വലിയ തിരക്കൊന്നും കാണുന്നില്ല നമ്മുടെ കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ. അപ്പോൾ നമുക്കിവിടെ 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. നമുക്കത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോകാം. നമ്മൾ നേരെ പോകുമ്പോൾ താമരശ്ശേരി ഭാഗത്തേക്കാണ്. സമയം 5:40 നമ്മുടെ കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ നാളെയും പിക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ നേരെ പോകുന്നത് താമരശ്ശേരി ഭാഗത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വേറെ സ്റ്റോപ്പൊന്നും ഇല്ല. നമുക്ക് താമരശ്ശേരി ആൾ ഇറങ്ങാനും കയറാനുള്ളൂ. വണ്ടി ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ലെഫ്റ്റ് സൈഡ് വന്ന് നമുക്ക് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ സ്ഥിരമായിട്ട് ഞാൻ വന്നുകൊണ്ടുന്ന ഹോസ്പിറ്റലാണിത്. ഞാൻ കുറേ നാൾ കോഴിക്കോട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര നെസ്റ്റാൾജിയാണ് ഇത് കാണുമ്പോൾ. ഭയങ്കര ഒരു മെമ്മറീസാണ് ഇത് യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് നേരെ പോകാം. നമുക്ക് നേരെ പോകുമ്പോൾ താമരശ്ശേരി ഭാഗത്തേക്കാണ്. അപ്പോൾ മഴ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ശക്തമായ മഴയില്ല, എന്നാൽ ചെറുതായിട്ട് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരം എടുത്തു തുടങ്ങി. സമയം 6 മണിയായി. നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ താമരശ്ശേരി എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുരം കയറി തുടങ്ങാൻ പോവാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് നമ്മുടെ ഷിഫ്റ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ജോർജ് ചേട്ടൻ തിരിച്ച് വന്നിട്ടുണ്ട്, ഉറക്കം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടിക്കാൻ വന്ന ജോർജ് ചേട്ടനായിരിക്കും.
അപ്പോൾ രണ്ടുപേരും ഡ്രൈവർ കം കണ്ടക്ടറാണ്, അവർ മാറി മാറി വണ്ടി ഓടിക്കുക. അപ്പോൾ ഞാൻ മാത്രമാണ് ഉറക്കടച്ചിരിപ്പുള്ളൂ, ബാക്കി ആൾക്കാർ മാറി മാറി ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഉറങ്ങാതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തീർച്ചയായും എനിക്ക് സപ്പോർട്ടായിരിക്കും. നമ്മുടെ KSRTC ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോങ്ങസ്റ്റ് റണ്ണിങ് വണ്ടികളിലൊന്നാണിത്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രം ടു സുൽത്താൻ ബത്തേരി നല്ല ദൂരമുണ്ട്. അപ്പോൾ അത് കാരണം ഡ്രൈവർ കം കണ്ടക്ടർ മാത്രം മാറി മാറി ഓടിക്കുന്ന സ്കീമിലാണ് എല്ലാ വണ്ടിയും ഓടിക്കുന്നത്. സമയം 6:20 ആയിട്ടുണ്ട്. നമ്മുടെ ഫൈനലി താമരശ്ശേരി എത്തി തുടങ്ങിയിട്ടുണ്ട്. താമരശ്ശേരി ടൗണിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ KSRTC ഷെഡ്യൂൾ വരാൻ പറയുന്നത് വളരെ ലേറ്റാണ്. നമ്മുടെ 4:40 ഒരു താമരശ്ശേരി എത്തേണ്ട വണ്ടിയാണ്. നമ്മൾ എത്തിയിട്ടുള്ള 6:30 വളരെ ലേറ്റായിട്ട് വണ്ടി ഓടുന്നത്. പിന്നെ ക്ലൈമറ്റും മോശമാണ്, അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് ചുരം കയറി തുടങ്ങുകയാണ്. ഇനി മൊത്തം വളഞ്ഞും തിരിഞ്ഞുള്ള റോഡാണ്. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. അത് മാത്രമല്ല നല്ല കോടമഞ്ഞുണ്ട്. ചെറിയ മഴ പെയ്യുമ്പോൾ നമുക്കറിയാം നല്ല കോടമഞ്ഞ് ഇറങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഫ്രണ്ടിൽ സീറ്റ് കിട്ടിയത് വളരെ നന്നായി. എനിക്ക് നല്ല ഭംഗിയായി വീഡിയോ എടുക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല ക്ലിയർ വ്യൂ ആണ്. മീൻസ് നല്ല വലിയ ഗ്ലാസ് ആയതുകൊണ്ട് സ്കാൻ ചെയ്ത് നമുക്കറിയാമല്ലോ, നല്ല രസമായിരിക്കും വീഡിയോസ് കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെ ചുരം കയറി തുടങ്ങുകയാണ്. നമ്മുടെ ആദ്യത്തെ ഹെയർ പിന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് മൊത്തം വളവാണ്. നല്ല കിടിലൻ ക്ലൈമറ്റ് ആട്ടോ. ലെഫ്റ്റ് സൈഡ് ഫുള്ള് കോടമഞ്ഞും നല്ല ചെറിയ ചാറ്റൽ മഴയും, നല്ല രസമുണ്ട്. നല്ല ക്ലൈമറ്റ്, നല്ല ഭംഗിയായിട്ട് കാണാൻ. അപ്പോൾ പുറത്ത് നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ സുൽത്താൻ ബത്തേരി വിസിറ്റ് ചെയ്യാൻ നല്ല സമയമാണ്, നല്ല ക്ലൈമറ്റാണ്, നല്ല കോടമഞ്ഞുണ്ട്. അപ്പോൾ നമ്മളെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹെയർ പിൻസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫൈനലി അങ്ങനെ ഒരു ട്രാഫിക് ജാമിൽ വന്ന് കയറിയിരിക്കുകയാണ്. ഇവിടെ നല്ല സമയം കുറച്ച് പോകുന്നുണ്ട്, കാരണം ഫ്രണ്ടിൽ കുറച്ച് റോഡിൻ്റെ പണികളൊക്കെയാണ്. അപ്പോൾ കുറച്ച് നാൾ മുന്നേ നിങ്ങൾ ന്യൂസ് കണ്ടിട്ടുണ്ടാവും, ഒരു JCB താഴത്തേക്ക് മറിഞ്ഞത് കണ്ടിട്ടുണ്ടാവും. അതിവിടെയാണ് സംഭവിച്ചത്. അപ്പോൾ ആ സ്ഥലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മണ്ണ് ഇടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഇവിടെ പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഏകദേശം 10-15 മിനിറ്റ് മുമ്പ് പോയി. അപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്നത് സുൽത്താൻ ബത്തേരിയിലോട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ് നല്ല കോടയുണ്ട്. അപ്പോൾ എനിക്ക് ക്യാമറയ്ക്കകത്ത് എന്തുമാത്രം ഭംഗിയായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ അങ്ങനെ തീർച്ചയായും നിങ്ങൾ വിസിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പം ബത്തേരി വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ്. അപ്പോൾ
അപ്പോൾ ഇങ്ങനത്തെ ചുരത്തിലൂടെയൊക്കെ ഈ വണ്ടി കൊണ്ടുനടക്കുന്ന ആൾക്കാർ സമ്മതിക്കുന്നുണ്ട്. മൾട്ടി എക്സലൊക്കെ വളച്ചെടുക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ് അറിയാം. അപ്പോൾ അത്ര സ്കിൽഡ് ആൾക്കാർക്ക് മാത്രമേ വണ്ടി ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്നാൽ ജോർജേട്ടൻ നല്ല ഭംഗിയായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എല്ലാ ചുരവും നമ്മൾ കയറി പോകുന്നു, എല്ലാ ഹെയർ പിൻസും വളഞ്ഞ് പോന്നിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആൾക്കാരാണ്, അത് കാരണമാണ്. നല്ല സൂപ്പർ ക്ലൈമറ്റ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ, മൊത്തം കോട, നല്ല രസമുണ്ട്. പിന്നെ ചെറിയ മഴയും ഉള്ളപ്പോൾ നല്ല ഭംഗിയുണ്ട്. അവിടെ വണ്ടി വളയുന്നില്ല, അപ്പോൾ അത് കാരണം കുറച്ച് ഡിലേ വരുന്നുണ്ട്. ഇന്ന് ട്രാഫിക് കുറച്ച് കുറവാട്ടോ. സാധാരണ ഇവിടെ നല്ല ട്രാഫിക് ജാം കിട്ടേണ്ടതാണ്, എന്താ അറിയില്ല, ഭാഗം കയറി പോരുന്നുണ്ട്. താഴത്ത് മാത്രമേ കുറച്ച് സ്ഥലത്ത് നമുക്ക് ട്രാഫിക് കിട്ടിയുള്ളൂ, ബാക്കി എല്ലാ ഭാഗത്തും നമുക്ക് സുഖമായിട്ട് ഓടിച്ച് പോകുന്നുണ്ട്. കാരണം എല്ലാ ആൾക്കാരും വിട്ടുകൊടുക്കുന്നുണ്ട്, കയറി വരുന്ന വണ്ടിക്ക് മാക്സിമം ആൾക്കാർ വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് കയറി പോകാൻ സാധിക്കുന്നുണ്ട്. അതിന് പ്രത്യേക സ്കില്ല് വേണം കേട്ടോ. ഇങ്ങനത്തെ റോഡിലൊക്കെ വണ്ടി ഓടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല സ്കില്ല് വേണം. കാരണം ഇത്ര നീളമുള്ള വണ്ടിയാണ്, അത് മാനേജ് ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ എന്തായാലും ഭംഗിയായിട്ട് നമ്മുടെ ഡ്രൈവർമാർ രണ്ടുപേരും ഓടിക്കുന്നുണ്ട്, രണ്ടുപേരും നല്ല സ്കില്ഡ് ഡ്രൈവേഴ്സാണ്. അപ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല ട്രാഫിക് ആയിട്ടുണ്ട്. നമ്മുടെ കോൺട്രിബ്യൂഷനാണ് കാണുന്നത്, ഇത്രയും വലിയ ട്രാഫിക് ആണ്, നമുക്ക് കയറി പോകാൻ സാധിക്കുന്നില്ല, ഇത്ര നീളം കൂടി ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, എല്ലാ വളവിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ വളഞ്ഞ് പോകുന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് റിവേഴ്സ് എടുക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല, എല്ലാ വളവിലും നമ്മൾ കയറി പോകുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി ഓവർടേക്ക് ചെയ്ത് പോവാണ്. ഈ ചുരത്തിൽ ഓവർടേക്ക് ഇച്ചിരി റിസ്ക് ആണ്, പക്ഷേ കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ്ഡ് ഡ്രൈവേഴ്സാണ് എല്ലാവരും, അതാണ് കയറി പോകുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ എണ്ണം വളരെ കുറവാണ്, അത് കാരണം കുഴപ്പമില്ല, കയറി പോകാൻ സാധിക്കുന്നുണ്ട്. ഈ വണ്ടി ഒന്നൊരു ഓട്ടോമാറ്റിക് ഗിയർ ആട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് കുറച്ചൊരു ലാഗ് എവിടെയോ ഫീൽ ചെയ്യുന്നുണ്ട്. ചില ഭാഗത്തൊക്കെ വരുമ്പോൾ സെക്കൻഡ് ഗിയറൊക്കെ വരുമ്പോൾ കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുകയാണോ എന്നറിയില്ല, എനിക്കത് കുറച്ചൊരു മിസ്സിങ് വരുന്നുണ്ട്. കാരണം വണ്ടിക്ക് കൂടി തോന്നിയാൽ മാത്രമേ വണ്ടി കയറുന്നുള്ളൂ, നമ്മൾ ചവിട്ടിയാൽ കയറി പോകുന്നില്ല. എന്താ സംഭവം എന്നറിയില്ല. നമ്മുടെ സാധനം ഓട്ടോമേറ്റഡ് വണ്ടിക്കകത്ത് കണ്ടുള്ള അതേ ഒരു കംപ്ലയിൻ്റ് ആണ് ഇതിനകത്തുള്ളത്. പക്ഷേ വോൾവോയ്ക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്കെന്തോ എൻ്റെ ചിലപ്പോൾ തോന്നലായിരിക്കാം. അപ്പോൾ നോക്കുക ഗൈസ്, നല്ലൊരു കിടിലൻ ക്ലൈമറ്റ്, റോഡൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്, നല്ല കോടമഞ്ഞ്, നല്ല വെറൈറ്റി ക്ലൈമറ്റ്, എല്ലാം ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് നേരെ ഇനി പോകാൻ പോകുന്നത്, നമ്മളിനി കൽപ്പറ്റ കയറിയിട്ടാണ് പോവുക. കൽപ്പറ്റയിൽ നിന്ന് നമ്മൾ നേരെ സുൽത്താൻ ബത്തേരി കയറും. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കൽപ്പറ്റയിൽ നിന്ന് ലെഫ്റ്റ് പോയാലാണ് മാനന്തവാടി. അപ്പോൾ മാനന്തവാടിയിലേക്ക് ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സുൽത്താൻ ബത്തേരിയിലോട്ടാണ്, അത് കൽപ്പറ്റയിൽ നിന്ന് നേരെയാണ് പോകുന്നത്. സൈഡിലേക്ക് നോക്കിയാൽ ഒന്നും കാണത്തില്ല, കംപ്ലീറ്റ്ലി കോടമഞ്ഞാണ്. നല്ല രസമുണ്ട്, നല്ല കിടിലൻ ക്ലൈമറ്റാണ്. അങ്ങനെ വയനാട് റോഡ് കയറുകയാണ്. വെൽക്കം ടു വയനാട് ബോർഡ് നമുക്ക് കാണാം. അത് സൂപ്പർ ക്ലൈമറ്റാണ്, മൊത്തത്തിൽ കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ആണ് ഇതുവരെ ഉള്ളത്. സമയം 7:45, നമ്മൾ കൽപ്പറ്റ എത്തിയിട്ടുണ്ട്. നമ്മൾ ഷെഡ്യൂൾ വരാൻ പറയുകയാണെങ്കിൽ 5:55 എത്ര വണ്ടിയാണ്. നമ്മളിപ്പോൾ ലേറ്റായിട്ട് 7:45 ആയപ്പോഴാണ് കൽപ്പറ്റ വന്ന് കയറിയിട്ടുള്ളത്. വളരെ ലേറ്റാണ്. നമുക്ക് ആക്ച്വലി ഇവിടെ കുറേ ആൾക്കാർ ഇറങ്ങാനുണ്ട്, എനിക്കൊന്നൊരു 10-20 പേര് അങ്ങോട്ട് ഇറങ്ങാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മൂവാകാണ്. 7:50 ആകുന്നു. നമ്മളിനി നേരെ പോകുന്നത് സുൽത്താൻ ബത്തേരിയിലോട്ടാണ്. നമുക്ക് വേറെ ഇടയ്ക്ക് അങ്ങ് പിക്കപ്പും ഡ്രോപ്പൊന്നും ഇല്ല, നമ്മൾ നേരെ ഇനി പോകുന്നത് സുൽത്താൻ ബത്തേരിയിലോട്ടാണ്. അപ്പോൾ 7:50 നമ്മൾ അവിടെ ആളെ പിക്ക് ചെയ്ത് ആളെ ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നു, രണ്ടും ചെയ്തു. എനിക്ക് ഇവിടുന്ന് നമുക്ക് മൈസൂരിലേക്ക് ആൾക്കാർ കുറച്ച് കയറാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് 20 പേര് ഇറങ്ങി 10 പേര് അങ്ങോട്ട് കയറി. അപ്പോൾ അവിടെ നമ്മൾ നേരെ ഇനി പോകുന്നത് സുൽത്താൻ ബത്തേരിയിലോട്ടാണ്. അപ്പോൾ വണ്ടി ആക്ച്വലി മൈസൂരിലേക്കാണ് പോകുന്നത്, ഞാൻ ആക്ച്വലി സുൽത്താൻ ബത്തേരി വരെ ഒന്ന് യാത്ര ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബത്തേരി ഔട്ടറിലെത്തിയിട്ടുണ്ട്. നല്ല കിഡ്ലൻ റോഡാണ്, നല്ല വ്യൂ ആണ് അപ്പുറത്ത് ഇപ്പോഴത്തെ റോഡിൻ്റെ, നല്ല രസമുണ്ട്, ഫുൾ പച്ചപ്പുമാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നത് സുൽത്താൻ ബത്തേരിയിലോട്ടാണ്. നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്.
സമയം രാവിലെ 8:15 നമ്മളിങ്ങനെ ഫൈനലി സുൽത്താൻ ബത്തേരി ടൗണിലൊന്ന് കയറിയിട്ടുണ്ട്. നമ്മൾ KSRTC ഷെഡ്യൂൾ വരാൻ പറയുകയാണെങ്കിൽ നമ്മൾ എത്തേണ്ട സമയം 6:15 നമ്മൾ 2 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് നമ്മൾ ടൗണിൽ സുൽത്താൻ ബത്തേരി ടൗണിലൊന്ന് കയറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് ടൗണിൽ നിന്ന് നമ്മൾ നേരെ KSRTC സ്റ്റാൻഡിലേക്കാണ് പോവുക. അപ്പോൾ നമുക്ക് അവിടെയാണ് ഡ്രോപ്പ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. സമയം 8:20 നമ്മുടെ ഫൈനലി സുൽത്താൻ ബത്തേരി KSRTC സ്റ്റാൻഡിൽ ഒന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ആക്ച്വലി ഇവിടുന്ന് റീഫ്യൂലിംഗ് ഉണ്ട്. അപ്പോൾ ശേഷം വണ്ടി പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നേരെ പോകുന്നത് മൈസൂരിലേക്കാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ വരെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് ട്രിവാൻഡ്രം ടു സുൽത്താൻ ബത്തേരി വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ആക്ച്വലി റിക്വസ്റ്റ് വീഡിയോ ആയിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ ഇതിൻ്റെ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ ഒരു കമൻറ്റ് ഞാൻ കണ്ടു. അതാണ് ചെയ്ത വീഡിയോ ആണ്. അതിലും കൂടുതൽ കമൻറ്റ് ഒന്ന് തിരിച്ചു പോകുന്ന വീഡിയോ ആണ്. ബത്തേരി ടു ട്രിവാൻഡ്രം മിന്നലിനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഉടനെ വീഡിയോ വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടാൽ മതി. ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ 8:20 ആയപ്പോൾ നമ്മളങ്ങനെ സുൽത്താൻ ബത്തേരി വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി 8 മണിക്ക് ട്രിവാൻഡ്രത്ത് പുറപ്പെട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ 8:30 ആയപ്പോഴാണ് നമ്മൾ ബത്തേരി വന്ന് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടിക്ക് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഉടനെ വണ്ടി പുറപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് വണ്ടി നേരെ ഇനി പോകുന്നത് മൈസൂരിലേക്കാണ്. അപ്പോൾ സമയം വന്നിട്ട് 8:35 ആയി. 8:35 ആയപ്പോൾ നമ്മൾ വണ്ടി ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റേ ഇൻഫർമേറ്റീവ് വീഡിയോ ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവ്.